Hi dears, welcome back to Xylem Learning. It's me Shahid Ramzan. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങളുടെ വീഡിയോസുകളൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട രസകരമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആയിരിക്കും കാണുന്നത്. 10ാം ക്ലാസ്സിലെ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്നും എക്സാമിന് വരുന്ന രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഏതൊരു കുട്ടിക്കും സിമ്പിൾ ആയിട്ട് ഈ ചാപ്റ്റർ മനസ്സിലാവുന്നുള്ള യാതൊരു സംശയം വേണ്ട. ഈ ഒറ്റ ക്ലാസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, അത് ഞാൻ ഗ്യാരണ്ടി ആണ്. സോ വീഡിയോയിൽ പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ്, ഷെയർ ട്ടോ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താക്കുക, ഷെയർ കൂടി ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ആൻസറുകളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യുമ്പോൾ ക്ലാസിന്റെ ഫീഡ്ബാക്കും കൂടി നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, ഒരു ചോദ്യമാണ്. ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നിങ്ങളോട് ആദ്യം ചോദിച്ച ചോദ്യം സൈൻ എക്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സൈൻ എക്സ് അല്ല, സൈൻ സി എത്ര എന്നാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം കോസ് സി എത്ര. ഇത് എക്സാമിന് വന്ന മോഡൽ ക്വസ്റ്റ്യൻ ആട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ്. പല കുട്ടികൾക്കും കാണുന്ന സമയത്ത് തന്നെ ഈ ചോദ്യം എനിക്ക് അറിയില്ല, എനിക്ക് ഇഷ്ടമല്ല ഇതുപോലത്തെ ചോദ്യം ചെയ്യാൻ എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, പ്രൂവ് ദാറ്റ്, അല്ലെ, തെളിയിക്കാൻ. അത് കേൾക്കുമ്പോൾ തന്നെ നെഗറ്റീവ്, എനിക്ക് വേണ്ട, ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യുന്ന ആളുകളാണ്. പ്രൂവ് ദാറ്റ് സൈൻ സി ഡിവൈഡഡ് ബൈ കോസ് സി ഈക്വൽ ടു ടാൻ സി. ഓക്കെ, ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. സൈൻ സി ബൈ കോസ് സി ഈക്വൽ ടു ടാൻ സി എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. സോ നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. മക്കളെ, ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ ഒരു കിടിലൻ ട്രിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, അല്ലെ. അതായത് ഇത്രേ ഉള്ളൂ. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർന്യൂസ്, കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പർന്യൂസ്, ആൻഡ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഇത്ര ഉള്ളൂ ഐഡിയ എന്ന് പറയുന്നത്. സൊക്കാട്ടോ, അല്ലെ. ആരെങ്കിലും സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? സൊക്കാട്ടോ എന്ന് പറയണം. ഓക്കെ, സോ മക്കളെ ശ്രദ്ധിച്ചു. അപ്പൊ സൈൻ സി ആണ് കാണാൻ പറഞ്ഞതെങ്കിൽ സൈൻ സി ഇതാണ്. സി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് എത്രയാണ് നോക്കാം. അല്ലെ, ഓപ്പോസിറ്റ് എന്താണ്? എ ആണ്. സോ ബൈ ഹൈപ്പർന്യൂസ് എത്രയാണ്? സി. എതിർവശം ബൈ കർണം, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർന്യൂസ്, എതിർവശം ബൈ കർണം. കോസ് സി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആൻസർ. സമീപവശം ബൈ കർണം അഥവാ അഡ്ജസന്റ് ബൈ ഹൈപ്പർന്യൂസ്. ഈ സിയുടെ സമീപവശം എത്ര? ബി ആണ്. ഹൈപ്പർന്യൂസ് എത്ര? സി ആണ്. സോ ബി ബൈ സി ആണ്. അടുത്തൊരു ചോദ്യം ഉണ്ട്, സൈൻ സി ബൈ കോസ് സി ഈക്വൽ ടു ടാൻ സി എന്ന് തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് സൈൻ സി ബൈ കോസ് സി എത്ര നോക്കാം. സൈൻ സി ബൈ കോസ് സി ഈക്വൽ ടു, സൈൻ സി എന്ന് പറഞ്ഞാൽ എന്താ? എ ബൈ സി ആണ്. കോസ് സി പറഞ്ഞാൽ എത്ര? ബി ബൈ സി ആണ്. അപ്പൊ എ ബൈ സി ബൈ ബി ബൈ സി. അപ്പൊ നമുക്ക് സിയും സിയും വെട്ടാടിയുള്ളത്. അപ്പൊ എന്താ ആൻസർ കിട്ടി? എ ബൈ ബി എന്ന് കിട്ടി. നോക്കി നോക്കൂ, എന്താണ് ടാൻ സി എന്ന്? ടാൻ സി എന്നാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, അതായത് എതിർവശം ബൈ സമീപവശം. ടാൻ സി എന്ന് പറഞ്ഞാൽ എന്താ? എ ബൈ ബി ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സൈൻ സി ബൈ കോസ് സി ഈക്വൽ ടു ടാൻ സി എന്ന് കിട്ടി. ഹെൻസ് ദി പ്രൂഫ്. ഇത്രേ ഉള്ളൂ ഐഡിയ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പല കുട്ടികൾക്കും ടഫാണെന്ന് പറയുന്നത്. സോ ഇതുപോലത്തെ 2-3 പ്രോബ്ലം ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചു തരും. അത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഈ നമ്പറുകൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. 3, 4, 5, 6, 8, 10, 5, 12, 13. ഇതൊക്കെ പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് പറയും. അതായത് പൈതഗോറസ് സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ട നമ്പറുകളാണ്. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ. അതായത് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ. 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ. 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഈസ് ഈക്വൽ ടു 13 സ്ക്വയർ. ഈ നമ്പറുകളായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉണ്ടാവാറുള്ളത്. ഒന്നുമില്ല, ഒരു ചോദ്യം ഉണ്ടോ? എ ബി സി. ഓക്കെ, എന്നിട്ട് ഇത് 3 എന്നും ഇത് 5 എന്നൊക്കെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതി ഏറ്റവും ആദ്യത്തെ ചോദ്യം ബി സി എത്ര എന്നായിരിക്കും ആദ്യത്തെ ചോദ്യം ഉണ്ടാവുക. ബി സി എത്ര? അപ്പൊ ഈ നമ്പറുകളുടെ ഓർഡർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ 3ഉം 5ഉം ഉണ്ടെങ്കിൽ അടുത്ത നമ്പർ എത്രയ്ക്കും? 4 ആയിരിക്കും. ഈസി ആയിട്ട് കണ്ണടച്ചുകൊണ്ട് തന്നെ ആൻസർ ചെയ്താൽ ബി സി എത്രയാണ്? 4 ആണ്. 1 മാർക്കായി. അടുത്ത ചോദ്യം സൈൻ എ എത്ര എന്നായിരിക്കും. സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർന്യൂസ്, എതിർവശം ബൈ കർണം എന്നുള്ള ഓപ്പോസിറ്റ്. 4/5. ഓക്കെ ആണോ? കോസ് എ എത്ര എന്നാണ് അടുത്ത ചോദ്യം ഉണ്ടാവുക. കോസ് എ എത്ര? അഡ്ജസന്റ്, സമീപവശം. 3/5. എ ആണ് തന്നത്, അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് ആയിട്ട് ഇത് വന്നത്. സി ആണ് തന്നെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് 3 ആണ് വരിക. മാറ്റം ശ്രദ്ധിക്കാം. അടുത്തത് പ്രൂവ് ദാറ്റ്. അടുത്ത ടാനെ ചോദിക്കും. ടാൻ എന്ന് പറഞ്ഞാൽ എത്രടാ? 4/3 ആണ്. അടുത്തൊരു ചോദ്യം സൈൻ എ ബൈ കോസ് എ. സൈൻ എ ബൈ കോസ് എ സമം ടാൻ എ ബൈ എന്ന് തെളിയിക്കാം. ഈ 5ഉം 5ഉം കിട്ടി എന്ത് കിട്ടി? 4/3 കിട്ടി. 4/3 എന്നാൽ എന്താ? ടാൻ എ ആണ്. ഫുൾ മാർക്ക്, 5 മാർക്കിന് ചോദ്യം. ഇത്രയും സിമ്പിൾ ആണ്. ഐഡിയ ക്ലിയർ ആണോ മക്കളെ? ഇതുപോലെ എക്സാമിന് സിമ്പിൾ ആയിട്ട് ചോദിക്കുന്ന ചോദ്യം ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും എന്താക്കുക, മാക്സിമം ചെയ്ത് പഠിക്കുക കേട്ടോ. ഒരൊറ്റ ക്വസ്റ്റിനോട് ഞാൻ ഇതേ മോഡലിൽ തരികയാണ്. അതിന് ആൻസർ നിർബന്ധമായിട്ട് നിങ്ങൾ എന്താക്കണം? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. കൂടാതെ തന്നെ നിങ്ങൾ ഈ ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് ആ കമന്റിന്റെ കൂടെ തന്നെ നിങ്ങൾ അറിയിക്കുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. സോ ഞാൻ ABC തരികയാണ്.
ചിലപ്പോൾ എക്സാമിന് എന്തായിരിക്കും തരിക, അവിടെ എക്സ് എന്ന് തന്നിട്ടുണ്ടാവും, അങ്ങനെയാണെങ്കിൽ സൈൻ എക്സ് എന്നാ ചോദിക്കാം, ചിലപ്പോൾ സി തന്നെ ആയിരിക്കും ചോദിക്കാം. അപ്പൊ ഇവിടെ 12 5 തന്നിട്ടുണ്ട്, ഇവിടെ 13 തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ ബി എത്ര. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നമ്പർ അറിയാവുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും, അല്ലാത്ത ആളുകൾ സദാ പോലെ പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിക്കാം. ഹൈപ്പന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അത് ചെയ്ത ആൻസർ കിട്ടും. അപ്പൊ എ ബിയുടെ നീളം എത്ര, 12 ആണ്. അടുത്തൊരു ചോദ്യം, നിങ്ങൾ ഫൈൻഡ് 3 ക്വസ്റ്റ്യൻ ഉള്ളത്, ഈ 3ന്റെ ആൻസർ നിങ്ങൾ ചെയ്യണം. സൈൻ സി എത്ര, കോസ് സി എത്ര, ടാൻ സി എത്ര. ഈ 3ന്റെ ആൻസർ ആണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് കേട്ടോ. 3ന്റെ ആൻസർ നിർബന്ധമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൽ അറിയാൻ പറ്റും. എത്ര കില്ലാടികൾ, എത്ര സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കിടിലൻ കുട്ടികൾ ഉണ്ടെന്ന് കാണാൻ പറ്റും. എല്ലാവരും ചെയ്തു നോക്കുക. ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക എന്നാണ് പറയാനുള്ളത്. എല്ലാവരും സെറ്റ് ആണെന്ന് പ്രതീക്ഷയോടുകൂടി ഒറ്റ ക്വസ്റ്റ്യൻ കൂടി പറയാണ്. സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എന്താ തന്നിട്ടുണ്ട്, 3/k എന്ന് തന്നിട്ടുണ്ട്. എക്സാമിന് വന്ന സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. 3/k എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇത് 5 ആണ്, ഇത് 3 ആണ്, ഇത് 4 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എക്സാമിന് ചോദിച്ച ചോദ്യം ഫൈൻഡ് കെ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഫൈൻഡ് കെ, ഒന്നാമത്തെ ചോദ്യം എത്രയാണ്, കെയുടെ വില എത്ര. ഈസി ആയിട്ട് ആൻസർ കിട്ടും. കെയുടെ വില എത്രയാണ്, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പന്യൂസ് അല്ലേ. കെ എത്രയാണ്, 5 ആണ്. അടുത്ത ചോദ്യം സൈൻ, പേരും കൊടുത്തിട്ടുണ്ട് എ ബി സി. സൈൻ എ എത്ര, കോസ് എ എത്ര. അടുത്ത ചോദ്യം പ്രൂവ് ദാറ്റ് സൈൻ എ ബൈ കോസ് എ ഈസ് ഈക്വൽ ടു സൈൻ എ ബൈ കോസ് എ ഈക്വൽ ടു ടാൻ എ. അങ്ങനെ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് വീഡിയോസ്, ഒരുപാട് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വർഷം മുഴുവനായിട്ടും ലൈവ് ക്ലാസ്സുകൾ മാത്രം കാണണമെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ 600 900 3100 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 2 4 6 8 10 ഈ ഒരു നമ്പർ ആണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോയൊക്കെ അവിടെ നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ വിളിച്ചിട്ട് വെറും 299 രൂപ മാത്രം കൊടുത്താൽ നിങ്ങൾക്ക് എന്താക്കാം, ഈ വർഷം മുഴുവനായിട്ടും സബ്ജക്റ്റുകളുടെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടണം. ലൈവ് ക്ലാസ്സുകൾ മാത്രം കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് 999 രൂപ കൊടുത്താൽ ലൈവിന്റെ പുറമെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, PDF നോട്ടുകൾ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ നിങ്ങൾ എന്താക്കാം, മാക്സിമം ഇതെടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അതില്ല, ക്യാഷ് ഒന്നും ഇല്ലാത്ത ആളുകൾ ട്യൂഷനിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെടുത്താലും മതി. നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. സോ സ്റ്റേ ട്യൂൺഡ്. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ.